ദാ ഇത് കണ്ടോ, എന്തു രുചിയാണെന്നറിയാമോ? ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. ദോശയ്ക്കും ഇഡലിക്കും മാത്രമല്ല, ചോറിനും മറ്റെല്ലാത്തിനും നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടെന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ പരിപ്പ് ആദ്യം ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് നമുക്കൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പം പരിപ്പിന്റെ കൂടെ പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2 വിസിലടിച്ച് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പൊ പരിപ്പൊരു പാതിയോളം തന്നെ വേവായിട്ടുണ്ട്, കാരണം കുതിർത്തിട്ടിരുന്നതായോണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 സവോള ഞാൻ ഇതുപോലെ നമ്മൾ സാമ്പാറിനൊക്കെ അരിയില്ലേ, ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 തക്കാളി അതും ഈ പറഞ്ഞ പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെണ്ടയ്ക്ക, ഇതാണ് ബാലൻസ് വന്നത് കേട്ടോ. അതിനെ നമുക്ക് മെഴുക്കുവരട്ടി വെക്കാനായിട്ടില്ലായിരുന്നു, കുറച്ച് വാടിയതുമായിരുന്നു. അപ്പൊ ഇതല്ലേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മുടെ കുക്കറിലേക്ക് തന്നെ നമ്മുടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി അതവിടെ ഇരുന്നുകൊണ്ട് ഒരു 3-4 വിസിലും കൂടെ വേണമെങ്കിൽ ഒന്ന് അടിച്ചോട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ എത്രത്തോളം എടുക്കാമെങ്കിൽ അത്രത്തോളം രുചി ഉണ്ടാവും കറിക്ക് കേട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീയലിനൊന്നും വറുത്തെടുക്കുന്ന പോലെയൊന്നും വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ പാനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടുന്നതിന് മുന്നേ കുറച്ച് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ടേസ്റ്റിന്. നമ്മൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അധികം കൂടാൻ പാടില്ല, കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഓവറായിട്ട് അങ്ങോട്ട് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ്. കാശ്മീരി ചില്ലിപ്പൊടിക്ക് പകരം എരിവ് കൂടുതൽ വേണ്ടവർക്ക് അല്ലാത്ത മുളക് പൊടി വേണേലും ഉപയോഗിക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ആണെങ്കിലും കൊത്തമല്ലി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെയും തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയായി വരുന്നിടം വരെയും ഒരുമിച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് കണ്ടോ, കളർ മാറി വരുന്നുണ്ട്. അതിന്റെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ഒരു പൊടിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, തേങ്ങ എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷവും ഒന്നുകൂടെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം നമ്മൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ തേങ്ങയുടെ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളമില്ലാതെ അരച്ചെടുക്കേണ്ട കാര്യമില്ല, വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരവ് നന്നായിട്ട് കിട്ടണം എന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ച് കിട്ടും. അപ്പൊ ഇനി വേവാനായിട്ട് നമ്മുടെ വെച്ചിരുന്ന പരിപ്പും അതുപോലെ സവോളയും വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം കൂടെ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഉടച്ചെടുക്കാം. ഞാനിവിടെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കും, ഒട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും കേട്ടോ. അപ്പം കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കുക്കർ ഇത്തിരി വലുതാണ്, അപ്പം അതിനകത്തിട്ട് കറി വെക്കാനായിട്ട് ഇല്ല, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മുരിങ്ങക്കോലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിന് ഈ ഒരു കറിക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതൊന്ന് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ അതിലേക്ക് അരപ്പരച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരപ്പെല്ലാം കൂടെ കൂട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ തേങ്ങ ചേർക്കുന്നതും പിന്നെ ഈ വെണ്ടക്കായ കിടക്കുന്നതും കൊണ്ട് തന്നെ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. വേണമെങ്കിൽ ഇത്തിരി കൂടെ ചാറൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി, അത് നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, ഒരു ഇത്തിരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് വേണമെങ്കിൽ മതി, കാരണം തക്കാളിയുടെ പുളിക്ക് അനുസരിച്ച് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് നോക്കിയപ്പോൾ നമുക്കൊരു സ്വല്പത്തിന് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ 2 മിനിറ്റ് കൂടെ അരപ്പും എല്ലാം കൂടെ ഒന്ന് റെഡി ആവാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് തിളച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാൻ പറയാം. ഇനി നമുക്ക്
കടുക് പൊട്ടിച്ചെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയാണല്ലോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല രീതിയിലൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് നമ്മളുണ്ടല്ലോ ഈ ചെറിയ ഉള്ളി, അതൊരു 3-4 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വരണം. എണ്ണയ്ക്കകത്ത് കിടന്ന് ഉള്ളിക്ക് പച്ചമണം ഉണ്ടാകാൻ പറ്റില്ല. ആ ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അതുവരെ നമ്മളിങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറണം. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് മുറിച്ചോ മുറിക്കാതെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മുറിക്കാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കുട്ടികൾ കഴിക്കുന്ന കാരണം കേട്ടോ. അതുമല്ല, നമുക്ക് ഈ സാമ്പാറിനകത്ത് പോലുള്ള അല്ലെങ്കിൽ കടുക് പൊട്ടിക്കുന്നതിനകത്തൊക്കെ ഈ വറ്റൽമുളകൊക്കെ ഇങ്ങനെ നീളത്തിൽ കിടക്കാമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ കടുക് പൊട്ടിച്ച പാത്രത്തിൽ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ, അതും കൂടെ അതിലേക്കൊന്ന് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കിഡിലനായിട്ടുള്ള ഒരു കുട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്വല്പം കായവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാനിതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ്. തേങ്ങയുടെയും എല്ലാം നമ്മളൊരു പ്രത്യേക രീതിയിൽ ഇതുപോലെ അരച്ചൊക്കെ എടുത്ത് ചെയ്തിരിക്കുന്ന കാരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും മറക്കണ്ട കേട്ടോ.